കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്തേ, ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പരസ്ത്രീ പരപുരുഷ ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? അതായത് ഭാര്യയെ വിട്ട് ഭർത്താവ് പോയാലും ഭർത്താവിനെ വിട്ട് ഭാര്യ പോയാലും വിഷയമാണ് അല്ലേ? അപ്പം അങ്ങനെ ബന്ധമുള്ളവരെ വിട്ടുമാറാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇന്ന് മിക്കവരിലും, അതായത് പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഹൈന്ദവരിലും അല്ലെ ഭാരത രാഷ്ട്രത്തിലും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അനുകരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സംസ്കാരം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിവിടെ വന്ന് നമ്മുടെ പല താളിയോലകളായാലും നമ്മുടെ സംസ്കാരമായാലും നമ്മുടെ ജീവിതചര്യയായാലും ഒക്കെ അവർ അനുകരിച്ചുകൊണ്ടിരിക്കുമ്പം അവർ വിട്ടുകളയ സംസ്കാരമാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പരസ്ത്രീ പരപുരുഷ ബന്ധം അത്ര നല്ല കാര്യമല്ല. അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ചെറിയ 3-4 നുണുക്ക് വിദ്യകൾ, ചെറിയ ഐഡിയകൾ ഒക്കെയാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് പല ഗ്രന്ഥങ്ങൾ വായിച്ച് കിട്ടിയ അറിവുകളുടെ വെളിച്ചത്തിലും പലർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് അനുഭവം ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഞാൻ ഈ വഴിപാടുകൾ അല്ലെ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഉപദേശിച്ച് തരുന്നത്. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജാതകം കൂടി അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നമായിട്ട് കൂടി നമ്മളൊന്ന് പരിശോധിച്ചതിന് ശേഷം ചെയ്യുന്നത് ഒന്നുകൂടി നന്നായിരിക്കും. നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ചെമ്പരത്തി മൊട്ട് അല്ലെ ചുവന്ന ചെമ്പരത്തിയുടെ മൊട്ട് അല്ലെങ്കിൽ ചുവന്ന ചെമ്പരത്തിയുടെ ഇതളാവാം. പൂവിൻ്റെ ഇതള് ഒരു 36 എണ്ണം, ഒരു 50 ഗ്രാം 100 ഗ്രാം കടുകെണ്ണ ഈ പൂജക്കടയിലൊക്കെ കിട്ടും. കടുകെണ്ണ വാങ്ങിച്ച് അത് ഒരു 9 ചതുർത്ഥിക്കായിട്ട് ഗണപതി ഹോമത്തെങ്കിൽ അത് മുക്കി ബഹുളാമുഖി മന്ത്രം കൊണ്ട് ഹോമിക്കാൻ, അത് വൃത്തിയായിട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കണം. ചെയ്യിപ്പിക്കുമ്പം വീടിൻ്റെ അല്ലെ വസ്തുവിൻ്റെ 4 മൂലയ്ക്ക് നിറവാതയ്ക്കുന്ന ഓരോ നുള്ള മണ്ണും കൂടെ കൊണ്ടുപോയി അത് ഹോമകുണ്ടത്തിൽ ഇട്ട് വേണം അത് ചെയ്യാനായിട്ട്. ചെയ്യുമ്പോഴേ ആരൊക്കെ തമ്മിലാണ്, ഇത് വിദ്വേഷണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് ചെയ്യേണ്ട കാര്യമാണ് ഇത് ആരൊക്കെ തമ്മിലാണോ പിരിയേണ്ടത് അവരുടെയൊക്കെ പേര്, നാള്. അപ്പം നാളറിയത്തില്ല, പേര് വെച്ചായാലും മതി. അത് ഹോമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 9 എണ്ണം കഴിയുമ്പോഴത്തേക്കും ഇവർ പരസ്പരം വിദ്വേഷമായിട്ട് മാറും. ഇതൊരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത്. ഒരിക്കലും സ്നേഹത്തിൽ കഴിയുന്ന ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും പിരിക്കാൻ ഈ മന്ത്രം കൊണ്ടാകില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ. ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തിക്ക് നല്ല ഏതാണ് തെറ്റേതാണെന്ന് തീർച്ചയായിട്ടും അറിയാം. സ്നേഹത്തിൽ കഴിയുന്നവരെ ഇത് ചെയ്തുകൊണ്ട് പിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവിനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രണ്ടുപേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ പിരിക്കാൻ പറ്റില്ല. അതിനൊക്കെ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇത് വേണ്ടാത്ത പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും മാറ്റാനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും രണ്ടുപേരുടെയും പേരിൽ നാളില് ഭാര്യാഭർത്തൃ വശ്യ മന്ത്രത്താൽ 11 വെള്ളിയാഴ്ച 7 താമരമുട്ട് വീതം കൊണ്ടു കൊടുത്ത് അത് ഈർത്ത് അമ്പലത്തിൽ കൊണ്ടു കൊടുത്ത്, അമ്പലത്തിൽ ചെന്നതിന് ശേഷം വേണം ഒരു ഇലയ്ക്കകത്ത് ഈർത്ത് ശുദ്ധമായിട്ട് അകത്ത് കൊടുത്ത് ഈ പുഷ്പം കൊണ്ട് ഭാര്യാഭർത്തൃ വശ്യ മന്ത്രം, അതുപോലെ ബാണേശി, കാമേശി, അശ്വാരൂഢം, ഇങ്ങനെ പല മന്ത്രങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് അർച്ചന ദേവീക്ഷേത്രത്തിൽ 11 വെള്ളിയാഴ്ച ചെയ്യുക. അതിൽ കൂടെ തന്നെ നെയ്വിളക്ക്, പുറകു വിളക്ക്, ആട്ടവിളക്ക് ഒക്കെ നമുക്ക് കത്തിക്കാവുന്നതാണ്. അവസാനത്തെ വെള്ളിയാഴ്ച വേണമെങ്കിൽ ത്രിമധുരോ കടുംബായസോ തിരളനിവേദ്യമോ ഒക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ശക്തി വെക്കുന്ന പോലെ ചെയ്യാൻ മതിയാ. മൂന്നാമത് ചെയ്യേണ്ട, വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് തവിടെണ്ണ, നല്ലെണ്ണ, ആവണക്കെണ്ണ 100 ഗ്രാം വീതം വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം നമ്മൾ 12 ദിവസമായിട്ട് കുറേശ്ശെ ഒഴിച്ച് ഒരു മൺചിരാതിനകത്ത് എടുത്ത് കുറേശ്ശെ മൺചിരാതിനകത്ത് ഒഴിച്ച് ഒരു പാത്രം നിറച്ച് ചുവന്ന പുഷ്പമായിട്ട് ആ പാത്രം നടുക്ക് വേണം മൺചിരാതി കത്തിച്ച് വെക്കാനായിട്ട്. ഈ എണ്ണകൾ മിക്സ് ചെയ്ത് പൂജക്കടയിൽ നിന്നൊക്കെ മേടിച്ചാൽ മതിയാവും. അത് തുല്യമായിട്ട് 100 ഗ്രാം വീതം വാങ്ങിച്ച് വേണം 12 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇത് ഒഴിച്ച് അതിനകത്ത് കർപ്പൂരം കൂടെ പൊടിച്ചിടണം. കർപ്പൂരം കൂടെ പൊടിച്ചിട്ടിട്ട് വേണം അത് കത്തിക്കാനായിട്ട്. ഏതെങ്കിലും നല്ല ഒരു ആചാര്യനിൽ നിന്നും വിദ്വേഷണ വാരാഹി മന്ത്രം എന്ന് പറയുന്ന മന്ത്രമുണ്ട്. ആ മന്ത്രം ഉപദേശം വാങ്ങിച്ച് വേണം അത് കത്തിക്കാനായിട്ട്. കത്തിച്ച് ഏറ്റവും കുറഞ്ഞ ഒരു 56 പ്രാവശ്യം അല്ലെങ്കിൽ 36 പ്രാവശ്യം അല്ലെങ്കിൽ 116 പ്രാവശ്യം 6ൻ്റെ കണക്കാണ് വേണ്ടത്. അങ്ങനെ 6ൻ്റെ കണക്ക് വെച്ചത് ജപിച്ച് ആരൊക്കെയാണോ പിരിയേണ്ടത്, പരസ്ത്രീ ആയാലും പരപുരുഷ ബന്ധമായാലും, ഇപ്പം ഭർത്താവിനെ ശരിയാക്കി എടുക്കണമെങ്കിൽ ഭാര്യയെ ശരിയാക്കി എടുക്കണം ഭർത്താവ് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ചെയ്യണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമ്പത്തിസ്ഥിതി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഹോമങ്ങളാണ് വിദ്വേഷണ വാരാഹി ഹോമം, വിദ്വേഷണ ബഹുളാമുഖി ഹോമം, വിദ്വേഷണ ചിന്നമസ്ത ഹോമം, അതുപോലെ വിദ്വേഷണ രാജമാതങ്കി ഹോമം. അങ്ങനെ പല ഹോമങ്ങളുണ്ട്. അത് വിദ്വേഷണ ക്രിയകൾക്കായിട്ട് പിരിയുന്നതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോമങ്ങളാണ്. അത് പ്രശ്നം നോക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഹോമങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടികളും ഉണ്ടാകുന്ന ഹോമങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതിനുള്ള തിരിച്ചടികൾക്കുള്ള പരിഹാരം കൂടി
നല്ല ആചാര്യന്മാരാണ് പറഞ്ഞു കൊടുക്കും. അതോടെ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഹോമം പൂർത്തീകരിക്കാൻ പാടുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.